ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് രാഹുൽ അൻവറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇടതുപക്ഷം പറയുന്നത് കാലുപിടിക്കാൻ ക്യൂ നിൽക്കുന്നു എന്ന പ്രതീതിയുണ്ടാകുന്നു. ഈ വിഷയത്തിൽ റോഷിപാൽ നമുക്കൊപ്പം ഉണ്ട്. റോഷിപാൽ, ഇന്നലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിന്റെ വീട്ടിൽ പോയത് UDF നേതാക്കളുടെ അനുമതി ഇല്ലാതെയാണെന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇക്കാര്യത്തിൽ UDF-നുള്ളിൽ ഒരു അതൃപ്തിയുണ്ടോ? കോൺഗ്രസിനുള്ളിൽ ഒരു അതൃപ്തിയുണ്ടോ? റോഷിപാൽ, അരുൺകുമാർ, UDF നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒന്നും അനുമതി എടുത്തായിരുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ രാത്രിയോടെ രഹസ്യമായി PV അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. അവിടെ ചർച്ചയായത് രാഷ്ട്രീയമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാര്യമൊന്നും പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ കൂടിയായ VD സതീശൻ പോലും അറിഞ്ഞിരുന്നില്ല. കാരണം ഇന്നലെ എടുത്ത തീരുമാനം ഇനി ചർച്ച വേണ്ടെന്നാണ്. PV അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അപ്പോൾ UDF-ൽ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കാം എന്നതിനപ്പുറത്തേക്ക് UDF നേതൃത്വം മുൻകൈയെടുത്ത് ഇനി ചർച്ചയുണ്ടാകില്ലെന്ന് UDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രാഹുലിന്റെ കൂടിക്കാഴ്ച. അത് സ്വകാര്യ സന്ദർശനം എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കളും ഒപ്പം UDF നേതാക്കളും പ്രതികരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം അത് PV അൻവറിന് മുന്നിൽ കീഴടങ്ങുന്നതായി പൊതുസമൂഹം വിലയിരുത്തപ്പെടും. അതൊരു നാണക്കേടായി പോയി ഈ സാഹചര്യത്തിൽ എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തന്നെ ഉയരുന്നത്. കാരണം ഈ ഘട്ടത്തിൽ PV അൻവറിന്റെ പിന്തുണയില്ലെങ്കിലും വിജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമാണെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. പ്രത്യേകിച്ച് LDF സർക്കാരിനെതിരെയുള്ള വികാരം അത് മുതലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായ വിജയം നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ PV അൻവർ